കഥ പറയാം. ഒരിക്കലും ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തില് വർഷം തോറും ഒരു യാഗം നടത്താറുണ്ട്. അങ്ങനെ പതിവ് പോലെ യാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആശ്രമത്തിലെ വളർത്തുപൂച്ച ഈ പൂജാ സാധനങ്ങൾക്ക് ഇടയിലൂടെ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയപ്പോൾ സന്യാസി ഈ പൂച്ചയെ തൊട്ടടുത്തുള്ള മരത്തിൽ കെട്ടിയിട്ടു. അങ്ങനെ യാഗമൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സന്യാസിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഇതേ യാഗം പിന്തുടരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. അപ്പോഴാണ് ഒരു പൂച്ചയുടെ കുറവുണ്ടല്ലോ എന്ന് ഇവർ ഓർത്തത്. അങ്ങനെ എവിടെ നിന്നോ പോയി ഒരു പൂച്ചയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു, തൊട്ടടുത്തുള്ള മരത്തിൽ കെട്ടിയിട്ടു, യാഗം നടത്തി. യാഗം ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. അന്ന് ആശ്രമത്തിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. അപ്പൊ അവര് നടത്താനിരുന്ന പ്രധാനപ്പെട്ട കാര്യത്തിന് ഒരു തടസ്സമായപ്പോഴാണ്, ആ തടസ്സത്തെ ഒഴിവാക്കാനാണ് അന്ന് അങ്ങനെ കെട്ടിയിട്ടത്. കാര്യം മനസ്സിലാക്കാതെ വർഷങ്ങൾക്കിപ്പുറം ഒരു പൂച്ചയെ അടുത്ത് കെട്ടിയിട്ടാലേ യാഗം പൂർണ്ണമാകുള്ളൂ എന്നൊരു ധാരണയായി അവരുടെ മനസ്സിൽ. കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾക്ക് കാലഘട്ടവും സാഹചര്യവും മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഇന്നത്തെ കാലഘട്ടവും സാഹചര്യവും മനസ്സിലാക്കി വേണം നമ്മൾ അത് ഉപയോഗിക്കാൻ. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അർത്ഥശൂന്യമായി പോകുന്നത്. ഇവിടെ സന്യാസിയുടെ അറിവും തെറ്റായിരുന്നില്ല. അതിനെ അന്ധമായി പിന്തുടർന്നവർക്കാണ് വീഴ്ച സംഭവിച്ചത്. വാസ്തവം പലപ്പോഴും അങ്ങനെയാണ്. ഇന്നത്തെ കാലഘട്ടവും സാഹചര്യവും മനസ്സിലാക്കി ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമ്പോഴാണ് ഈ അറിവും അനുഗ്രഹമായി തീരുന്നത്.